ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത് നമ്മുടെ ആര്യ വർക്കിലെ ബൂട്ടാസാണ്. ഒന്ന് രണ്ട് ബൂട്ടാസ് ഞാൻ ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ടും ഇടുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ബൂട്ടാസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു ബൂട്ട സ്റ്റിച്ച് നോക്കിയാൽ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് നീഡിൽ ഒന്ന് ഉറപ്പിക്കാം. അതിനുശേഷം നമ്മൾ ഗോൾഡൻ ബീഡ്, ബോൾ ബീഡാണ്, കുറച്ച് വലിയ ബോൾ ബീഡ് നമുക്ക് തയ്ച്ചു കൊടുക്കാം. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിക്കാം. അപ്പോൾ 2 പ്രാവശ്യം ആദ്യമേ തയ്ച്ചെടുത്തൂടെ തന്നെ ഒന്നുകൂടെ തയ്ച്ചാൽ നന്നായിട്ട് ഉറച്ചോളും. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ നേരെ തന്നെ കുത്തിയെടുത്ത് ഇനി ഒരു ക്രീം ബീഡാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കൊരു 2 ക്രീം ബീഡ് ചെറിയ ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് കുത്തി ഉറപ്പിക്കാം. ഇടയ്ക്ക് കൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കാം. നന്നായിട്ട് ഉറയ്ക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ നിന്ന് കുത്തിയെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ സൂചി കയറ്റി എടുക്കാം. കുറച്ച് ഞാനിപ്പോൾ നൂല് കുറവാണ് എടുത്തേക്കുന്നത്, ചെറിയ നൂല് എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് അത് ഇടയിൽ കയറിയത്. അല്ലെങ്കിൽ അതങ്ങനെ ഇടയിൽ കയറില്ല. നമുക്കിത് ചെറിയ ഒരു ബീഡുണ്ട്, അത് നമുക്കതിൻ്റെ അറ്റത്തായിട്ട് തുന്നി പിടിപ്പിച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് എടുക്കാം. രണ്ട് ക്രീം ബീഡ് നമുക്ക് 2 എണ്ണം തയ്ച്ചു കൊടുക്കാം. ആദ്യം ഒരെണ്ണം തയ്ച്ചതിന് ശേഷം അതേ കൂടെ തന്നെ കുത്തിയെടുത്ത് ഒന്നുകൂടി എടുക്കാം. 2 രീതിയിൽ നമുക്കിത് തയ്ച്ചെടുക്കാവുന്നതാണ്. ഒന്നുകൂടെ കുത്തി നല്ല ഉറപ്പായിരിക്കും അന്നേരം എടുക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ ചെറിയ ബീഡ്, ചെറിയ പൊടി ബീഡാണ്, അത് ചെയ്ത് കൊടുക്കുക. അത് തയ്ക്കാം. ഓക്കെ, നമുക്ക് ഉറപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നെക്സ്റ്റ് സൈഡ് എടുത്തിട്ട് നമുക്ക് മുമ്പേ ചെയ്തതുപോലെ തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരു ബീഡ് അവിടെ ഉറപ്പിച്ച് അതിനുശേഷം നമുക്ക് അവിടെ തന്നെ കുത്തിയെടുത്ത് അടുത്ത ബീഡ് നമുക്കവിടെ ഉറപ്പിച്ച് വിടുക. നെക്സ്റ്റ് ഇങ്ങോട്ട് മാറി കുത്തിയെടുത്ത് അതിനുശേഷം നമുക്കിത് ഇവിടെ ഉറപ്പിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 3 രീതിയിലാണ് തയ്ച്ചത്. നമുക്ക് എങ്ങനെ വേണേലും 3 രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാം. എല്ലാം നല്ല ഉറപ്പാണ്. ഇനി അടുത്ത ഒരു രീതി ഞാൻ കാണിച്ചു തരാം.
ഷുഗർ ബീഡും ക്രീം ബീഡും അതുപോലെ തന്നെ സ്മോൾ ബീഡും നമ്മൾ കോർത്തെടുത്തു. നമുക്കിവിടെ ഒരുമിച്ചിവിടെ കുത്തി കൊടുക്കാം. കണ്ടോ? അതിന് ശേഷം നമുക്ക് ഓരോന്നും ഇങ്ങനെ തയ്ച്ച് ഉറപ്പിക്കാവുന്നതാണ്. കണ്ടോ? ഇതൊരു ബൂട്ടാസാണ്. നമ്മുടെ ചുരിദാറിലും അതുപോലെ തന്നെ സാരി ബ്ലൗസിലും, നമ്മുടെ ചുരിദാറിൻ്റെ കഴുത്തിൽ, സാരി ബ്ലൗസിൽ, സാരിയിൽ ഒക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ്. കുറേ ഇതാകുമ്പോഴത്തേക്കും നമുക്ക് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇതൊരു ബൂട്ടാ സ്റ്റിച്ചാണേ. ഇനി അടുത്തത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി അടുത്ത ബൂട്ടാ സ്റ്റിച്ച് തയ്ക്കാനായിട്ട് നമുക്കിതുപോലെ നൂലൂടെ തയ്ച്ചുറപ്പിക്കാം. സൂചി കുത്തിപ്പൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ വലിയൊരു ബോൾ ബീഡ്, വലിയതുണ്ട്, നമുക്ക് ചെറിയ ബോൾ ബീഡ് തയ്ച്ചുറപ്പിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് തയ്ച്ചുറപ്പിക്കാം നമുക്ക് ഒരു പ്രാവശ്യം കൂടെ. ഓക്കെ, നന്നായിട്ട് ഉറച്ചിട്ടുണ്ട്. നമുക്കതിനകത്തൊന്ന് കുത്തിയെടുത്തതിന് ശേഷം നമുക്ക് റൈസ് ബീഡില്ലേ, ഒരു റൈസ് ബീഡ് നമുക്ക് നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഒരു സ്മോൾ ബീഡ് കൂടെ അതിനൊപ്പം തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വളരെ നേർത്ത സ്മോൾ ബീഡാണിത്, വളരെ ചെറിയ സ്മോൾ ബീഡാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സെയിം നേരെ തലസ്ഥാനം എടുക്കാം. സെയിം പോലെ ഒരു റൈസ് ബീഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഒരു സ്മോൾ ബീഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ഇപ്പുറത്തെ സ്ഥലത്ത് എടുക്കാം. എല്ലാം ഈ റൗണ്ട് ബീഡിനെ ചുറ്റിപ്പറ്റിയാണ് എല്ലാ സ്റ്റിച്ചും എടുക്കുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റിച്ചിൽ നമുക്ക് സ്മോൾ ബീഡ് കൂടെ കൊടുത്തു കൊടുക്കാം. ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് തയ്ച്ച് ഉറപ്പിക്കുക. ഓക്കെ, നേരെ തന്നെ നമുക്ക് അടുത്തതും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. റൈസ് ബീഡ്, അതുപോലെ തന്നെ സ്മോൾ ബീഡ്, നമുക്കൊന്ന് ഉറപ്പിച്ച് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ അടുത്തത് എടുക്കുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ് എടുക്കുന്നത്. നമുക്ക് റൈസ് ബീഡ് കൊടുക്കാം. സ്മോൾ ബീഡ്, ഇതേ ഒരു രീതിയിലാണ് മുഴുവനും നമ്മൾ തയ്ക്കുന്നത്. ഒരു രീതിയിലാണ് നമ്മൾ മുഴുവനും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഓക്കെ,
ഓക്കെ, നന്നായിട്ട് തയ്ച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള 2 ബൂട്ടാ സ്റ്റിച്ചുകൾ ഇന്ന് പഠിച്ചില്ലേ? ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഈ 2 ബൂട്ടാ സ്റ്റിച്ചുകൾ നിങ്ങൾ നന്നായിട്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെ സാരിയിലും അതുപോലെ ചുരിദാറിലും ബ്ലൗസിലും ഒക്കെ നിങ്ങൾക്കിത് ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല ഭംഗിയായിരിക്കും. നല്ലൊരു മൊത്തം നമ്മൾ കുറേ ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കിനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്തതിൽ നമുക്ക് വേറെ 2 ബൂട്ടാസ് നമുക്ക് പഠിക്കാം. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബൂട്ടാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ടൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്ലൗസിലും അതുപോലെ തന്നെ സാരിയിലും ഒക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ്. എല്ലാത്തിനും ചുരിദാറിലും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളതെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ചെയ്ത് നിങ്ങൾക്കതൊരു തറവാകുന്നതായിരിക്കും. ഇത് നന്നായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എല്ലാവർക്കും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത ഒരു എപ്പിസോഡിൽ വേറെ ഒരു സ്റ്റിച്ചായിട്ടോ വേറെ എന്തെങ്കിലും ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.